ഒരു 52. മച്ചാനെ ഒന്ന് ടൈപ്പ് ചെയ്തേക്ക്, അത് നല്ലത്. ബാക്കി രണ്ടെവിടെ? 2 രൂപയല്ലേ തരാം കുമാരേട്ടാ. ഇതേ ചേഞ്ച് ഇല്ല ഏട്ടാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുന്നേ? ഇതിന്നൊക്കെ 1-2 രൂപ കിട്ടുന്നത്. നിന്നെ പോലെ 10 എണ്ണം വന്നാൽ ഈ കാശ് ഞാൻ എവിടെ എടുത്തിട്ട് കൊടുക്കും. കളിക്കാതെ കാശ് എടുക്കുക ക്രിസ്റ്റി. കാശ് കിട്ടാതെ ചാർജ് ചെയ്തതെന്ന് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ കുരുടാ. കാശ് എടുക്കുന്നേ. ഇതെന്താണ് കുമാരേട്ടാ, കാലത്ത് തന്നെ കലിപ്പാണല്ല. നാളെ തരാന്നേ. നീ കാശ് തന്നിട്ട് പോയാ മതി. നാണ ഇല്ലല്ലോടാ കാലത്ത് എങ്ങനെ തെണ്ടി തിന്നാനായിട്ട്. തനിക്ക് കാശ് കിട്ടിയില്ല, നീ ചലക്കണ്ട. ഈസിയാണോ? എടാ നന്നായി നോക്കി ചെയ്യ് കുരുടാ. ചെയ്യാ. കുമാരേട്ടാ താക്കോലുണ്ടോ? ഇല്ലടാ ഞാൻ കണ്ടില്ല. എടാ നീ എങ്ങാനും കണ്ടോടാ താക്കോൽ ഇവിടെ ഇരുന്നത്? ഇവൻ കാണുകയും ചെയ്യും. തമാശ കളാന്നേ. താക്കോല് വന്നേ. എടാ കാര്യമായിട്ടാടാ പറയുന്നത്. താക്കോല് ഞാൻ കണ്ടില്ല. എടി താക്കോല് വീട്ടിൽ നിന്ന് എടുത്താ. പിന്നെ ആ വണ്ടി ഞാൻ തലേ കയറ്റി കൊണ്ടുവന്ന ആ അമ്പലത്തിന്റെ വെടിക്കെട്ടിന്റെ ഇടയിൽ എങ്ങനെ കൊണ്ടുപോയി പൊട്ടിച്ചാകട്ടെ ഈ സാധനം. കുമാരേട്ടാ സീരിയസ് ആയിട്ടാ, പോയിട്ട് വേറെ പണിയുണ്ട്. നീ നിന്റെ പണി നോക്കടാ ചക്ക. എന്റെ എങ്ങും താക്കോലില്ല. കുമാര തനിക്കിട്ടൊരു പണി തരണമെന്ന് ഞാൻ പലവട്ടം കരുതിയതാ. ഞാൻ എന്ത് ചെയ്തു? പിന്നെ തരാത്ത എന്തുകൊണ്ടാന്നറിയോ? ഇതിനേക്കാട്ടിലും വലിയൊരു പണി താൻ വയസ്സുകാലത്ത് താങ്ങൂല. തന്റെ 16 അടിയന്തരത്തിന് അച്ചാറും വിളമ്പിട്ട് ഇവൻ കൊച്ചിക്ക് പോകും കേട്ടോ. ചേട്ടാ തീയും തരൂ. ഞാനാ താങ്ക്സ് പറയണേ. നിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കട്ടോ. സാറ് വിളിക്കുന്നുണ്ട്. ആ എന്താ നിന്റെ പേര്? ക്രിസ്റ്റി. ആ ക്രിസ്റ്റി, ഓട്ടം കുറച്ച് ലോങ്ങാ. എന്ന് വെച്ച് നിന്റെ ഒക്കെ സ്ഥിരം പരിപാടിയൊന്നും കാണിക്കരുത്. അവര് പാവങ്ങളാ. ശരി സാർ. ആ പിന്നെ അവര് റൂട്ട് ഏതാന്ന് പറഞ്ഞ? അമ്മാവൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. ആ നമ്മുടെ പാമ്പാട് ജോലിന്നേ കുളിർമലയ്ക്ക് പോകുന്ന റൂട്ടില്ലേ? എന്താ സാറ് പറഞ്ഞേ? ആ നമ്മുടെ കുളിർമലയില്ലേ? കുളിർമല റൂട്ടാ? ആ ചിന്നിമോളെ നിക്കടി. അമ്മയുടെ മുത്തല്ലേടാ എങ്ങിതാ. രജനി ഞാൻ വരുന്നടി കുളിർമലക്ക്. വെറുതെ പറയുവോ? ഇനി എന്നെ പറ്റിക്കുമല്ലേ? ഏയ് ഞാൻ പുറപ്പെട്ടിടി കറുമ്പി. സത്യം? സത്യം.
കുളിർമലൊക്കെ ആണെങ്കിൽ നേരത്തെ പറയണ്ട അമ്മാവാ. എത്തിയോ? ഞാനിവിടെ എത്തി. എവിടെയാണെന്ന് പറഞ്ഞത്? ദേ ഇങ്ങോട്ട് നോക്ക്. വല്ലപ്പോഴും ഒരു ഓട്ടം കിട്ടും, വായിക്കൊള്ളാത്ത കാശും പറയും. ഒന്ന് പതുക്കെ പറയട്ടെ പോത്തെ. എനിക്കൊന്നും വേണ്ട, കിട്ടണ മുഴുവൻ നീ എടുത്തു. എന്തു പറ്റി എൻ്റെ പോ? ഒരു മരുന്നിന്റെ ചീട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പെണ്ണുമ്പോൾ അതും പിടിച്ചിരുന്ന് കരച്ചില്ല. സഹായിക്കാൻ ആരുമില്ല അവർക്ക്, പാവങ്ങളാ. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അയാൾക്ക് കരളുമില്ല. അടിച്ചടിച്ച് അയാൾ അതും കളഞ്ഞെടുത്തു. എങ്ങോട്ടാ? കുളിർമല. പാമ്പാടും ചോലേന്ന്. ആ അത് തന്നെ. വാ. രജിസ്റ്റർഡ്. ആ പിന്നെ നിന്റെ കാശ് കിട്ടിയാ പറയാ കിട്ടിയെന്ന്. എൻ്റെ പോ എൻ്റെ കാശ് മേടിച്ചെടുക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം കേട്ടോ. അത് കേട്ടാ മതി. ഒപ്പിട്. വാ പിടി. എന്നാ ശരി. ആ ആണുങ്ങളെ തന്നെ ഇതിനകത്ത് തനിച്ചിരുത്താറില്ല. ഇതേ തന്നെ നോക്കിക്കൊണ്ടിരുന്ന വന്ന് ഫ്രണ്ടിൽ കയറ്. വാന്നേ. ഇരുന്നോ. വാങ്ങിച്ചു. ഓടിക്കൂടാൻ കുറച്ച് ആളുകളുണ്ടെന്നല്ലാതെ സഹായിക്കാൻ എനിക്കാരുമില്ല. പോയാണ് മോനെ.
കാരണടാ നീ. എന്റെ മോനെ. കാരണ മോനെ. മോനെ ഈ വണ്ടിയുടെ സയർ നിട്ടിട്ട് നമുക്ക് പൊക്കൂടെ? ആ റോഡ് മൊത്തം ബ്ലോക്ക് ആയിരിക്കുന്നത് കണ്ടൂടെ? ഒന്ന് മാറട്ടെ. രജനി വരില്ലെന്ന് പറയാനാ വിളിച്ചേ? എന്താ വരണ്ടേ? ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടാ 2 തവണയെങ്കിലും വന്നത്. അതെ, അന്ന് ഞാൻ വന്നപ്പോ ഒരു സമ്മാനം കൊണ്ടു തന്നില്ലേ, ഒരു ചെമ്പട്ട് സാരി. ഇന്ന് അതെടുക്കാമോ? ഞാൻ വരുമ്പോ അത് കൊടുത്താൽ മതി. നിനക്ക് ചന്ദ്രിക സോപ്പിന്റെ മണോ? നിന്റെ തലമുടിക്കുണ്ടല്ലോ ഒടുക്കത്തൊരു എണ്ണ മണമുണ്ട്. എനിക്ക് കൊതിയാവണടി കറമ്പി നിന്നെ കാണാൻ. ഞാനൊന്ന് വന്നോട്ടെ. ചന്ദ്രിക സോപ്പൊക്കെ നമുക്ക് ഒപ്പിക്കാം. പക്ഷെ മറ്റേത് എണ്ണമണം, അത് എന്തേ? തൈലം കാച്ചുന്ന മാരിയമ്മ ചത്തുപോയി. പിന്നെ വിളിക്കാം. ബ്ലോക്ക് മാറി വണ്ടി എടുത്തു. ബ്ലോക്ക് മാറി. വണ്ടി ആ പമ്പിലോടൊന്ന് കയറ്റില്ല. ഡീസൽ അടിച്ചതാ. എന്തായാലും അങ്ങോട്ടൊന്ന് കയറ്റേ. ഞാൻ സ്ഥലത്തെത്തിച്ചാ പോരെ? ഒന്നും മിണ്ടാതിരിക്കൂ. ഡീസൽ അടിച്ചാന്ന് പറഞ്ഞിട്ട് ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ നീ അങ്ങോട്ടൊന്ന് കയറ്റിക്കേ. ഇവിടെ എടുത്തോട്ട് തിരിക്കേ. ആ എടുത്താകത്ത് നോക്ക്. ശരി. എന്തായി കാണിക്കുന്നത്? ഇത്രയും പെട്രോൾ ഒന്നും ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അത്ര അത്യാവശ്യമുള്ളതല്ലേ കുഞ്ഞെ? എന്താ അത്യാവശ്യം? ഒരു ചെറിയ ഉപകാരം. കാരണവർ ഇത് റോങ് ആണ്. ഇതങ്ങനെ കത്തിപ്പിടിച്ച അല്ല, ഇത് ശരിയാവില്ല. അല്ല മോനിങ്ങോട്ട് വന്നേ പറയട്ടെ. ഇങ്ങോട്ട് വന്നേ പറയട്ടെ. മോനെ പോണ വഴിക്ക് വേണ്ടതാ. ഞങ്ങളുടെ ഒരു വണ്ടി വഴിപ്പെട്ട് കിടക്കണുണ്ട്. നീ സമാധാനമായിട്ട് വണ്ടിയിലോട്ട് കയറ്. എന്റെ അമ്മമാരുടെ അടുത്തൊരു സിഗരറ്റ് കത്തിച്ചാൽ മതി, എല്ലാം തീരും. ഒന്നും ഉണ്ടാവില്ല. ഈ ചെക്കൻ എന്താ ഇങ്ങനെ? നീ എന്ന് വണ്ടി എടുക്കടാ മോനെ. ചെല്ലേ.
ആരെങ്കിലും അവന്മാരെ പിടിച്ചൊന്ന് മാറ്റിയേ, ഈ ആംബുലൻസ് എങ്കിലും ഒന്ന് പോയിക്കോട്ടെ. ഈ കാട്ടുമാക്കന്മാരെ എന്നിവിടെ പണിക്ക് വന്നു അന്ന് മുടിഞ്ഞ നാട് മാൻസും വയ്ക്ക് കുളിക്കാൻ നനയ്ക്കാൻ ചെയ്യാത്ത വൃത്തിയൊക്കെമാര് ഇവന്മാരെ എന്ന് ഞാൻ ഇടിഞ്ഞ ആരോഗ്യമാണ് അവന്മാർക്ക്. നല്ല പണിയും ഒടുക്കത്തെ തീറ്റി. ഞാൻ പറഞ്ഞല്ലേ പോണ്ടെന്ന്. ഒന്ന് നിർത്തണ മക്കളെ. മാർക്ക്. ഓ അവിടെ ഇവിടെ വണ്ടി എടുക്കുവാനെ. അടിവാരം എത്താറായി. പെട്രോളൊക്കെ വാങ്ങിച്ചു. അടുത്ത ജംഗ്ഷൻ ആവട്ടെ. അതൊക്കെ ഞാൻ കൊടുത്തോളാം. ഇല്ല വേറെ കുഴപ്പമൊന്നുമില്ല. ഓ ഓ ഓ ആ ആ വണ്ടി നിർത്തിക്കേ. എന്തിനാ? നീ ഒന്ന് നിർത്തു മോനെ. റോഡിന് നടക്കുന്ന അങ്ങോട്ട് മാറ്റി നിർത്തടാ. ഒട്ടും കുറഞ്ഞിട്ടില്ല. എന്തോ അടി. ഇച്ചിരി കൊടുത്തിട്ടുണ്ടാ ഡോറടക്കടാ. അമ്മാവി നീ എന്തെങ്കിലും ഉണ്ടെ വിളിക്കാം. ഓ കയറി ആട്ടാ. അപ്പൊ എല്ലാം പറഞ്ഞോ ഞാൻ വിളിക്കാൻ. എന്തോന്നാടോ കാരണം ഇതൊക്കെ? ഈ കിടക്കുന്ന ചെറുക്കൻ്റെ രണ്ട് അമ്മായിമാരാവരെ, ഒരു ചെറിയമ്മായി ഒന്ന് വല്യമ്മായി. അവർക്ക് ശവമടക്കി പങ്കെടുക്കാൻ പറ്റുകയല്ല, ജോലി തിരക്കുള്ളതുകൊണ്ട് രണ്ടുപേർക്കും വണ്ടിക്കൂലി കൊടുത്തങ്ങ് വിട്ടു. ഇക്കാലത്ത് നമുക്ക് അതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നീ വണ്ടി എടുക്കും മോനെ. വണ്ടി ഇടറാ.
ഇതാര്? എല്ലാം പറയാം. എന്ത് പറ്റി? കുറച്ച് വെള്ളം എടുക്ക. വലിച്ചെറിയാൻ പറ്റുന്നില്ല അവന്. വേഗം വാ. വേഗം കേറ്. ക്രിസ്റ്റി, എങ്ങനെ രക്ഷപ്പെടണമെന്ന് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം.